Hello and welcome back. I'm Winnie and this is Easy English with Winnie. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ആയിട്ട് ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾ നന്നായിട്ട് ആൻസർ ചെയ്തു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? എന്താ തിന്നുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ എന്താ കഴിച്ചുകൊണ്ടിരിക്കണേ എന്നെ ചോദിക്കാം. വാട്ട് ആർ യു ഈറ്റിംഗ്? വെരി ഗുഡ്, അത് ശരിയാക്കി. രണ്ടാമത്തത് എന്താ നിന്റെ വായില്? അത് വാട്ട്സ് ഇൻ യുവർ മൗത്ത് അല്ലെ. വാട്ട് ഇസ് ഇൻ യുവർ മൗത്ത് ആണ് വാട്ട്സ് ഇൻ യുവർ മൗത്ത്. രണ്ടും അടിപൊളിയായി. എനിക്ക് തോന്നുന്നത് 99% ആൾക്കാരും ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്തത് നമ്മുടെ ലിസ്ണിംഗ് ടെസ്റ്റ് ആണ്. ആദ്യം ചോദ്യം കേൾക്കാട്ടോ. ഡസ് റോയ് സ്ലീപ്പ് ആസ് മച്ച് ആസ് ഹി വാണ്ട്സ്? ഡസ് റോയ് സ്ലീപ്പ് ആസ് മച്ച് ആസ് ഹി വാണ്ട്സ്? അയാൾക്ക് എത്രയാ വേണ്ടത് അത്രത്തോളം അയാൾക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അയാൾക്ക് അത്രത്തോളം ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? എത്രത്തോളം അയാൾക്ക് വേണം അത്രത്തോളം ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അതാണ് ചോദ്യം. ഈ സംഭവം പാസേജ് കേട്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ റോയ് പറയാണേ, മൈ ഡോഗ് മാക്സ് ഇസ് ഫുൾ ഓഫ് എനർജി, വേ ടു മച്ച് എനർജി ഫോർ മീ ടു ഹാൻഡിൽ സംടൈംസ്. Every morning he wakes up at 5 a.m. and starts barking at the birds. ശ്രദ്ധിച്ചേക്കണേ. I need sleep, but Max thinks I've had more than enough of it. I tried giving him a toy to keep him busy, but he tore it apart in 5 minutes. Tear something apart എന്ന് വെച്ചാൽ പിച്ച് ചീന്ത് കേട്ടോ. Last week, I took him to the park and let him run around. He ran way more than any other dog there. Even the big ones gave up. When we got home, I thought he'd finally be tired. Nope, he still wanted to play fetch. ഉത്തരം കിട്ടിയോ? Question: Does Roy sleep as much as he wants? അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ടു ഉപയോഗിക്കുന്നത്, ആസ് മച്ച് ആസ്, ഇനഫ് എന്നൊക്കെയുള്ള ആ പ്രയോഗങ്ങളൊക്കെ കാഷ്വൽ കോൺവെർസേഷൻസിൽ എങ്ങനെയാ വരിക അതൊക്കെ പഠിച്ചു. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സിൽ പോയി കണ്ട് ഇതൊക്കെ പഠിക്കണം. ഫസ്റ്റ് ലെസണിൽ ലിങ്ക് കോമന്റിൽ കൊടുക്കാം. അപ്പൊ ഒരു 10 ലെസൺസ് ഉള്ളൊരു സീരീസ് ആണ്. അപ്പം ആദ്യത്തെ ലെസൺ മുതൽ കാണുക. കാഷ്വൽ കോൺവെർസേഷൻസിൽ ഇംഗ്ലീഷ് ചറപറ സംസാരിച്ച് വീട്ടിലെയും നാട്ടിലെ ആൾക്കാരോട് ഇനി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്ന കോഴ്സാണ് ഈ 10 വീഡിയോസ് ഉള്ള സീരീസ്. ഓക്കെ, അപ്പോ നമ്മള് അനു, മനു, ആര്യ, റീസ ഇവരുടെ കഥയിലേക്ക് തിരിച്ചു വരികയാണ്. മനു ചോദിക്കുകയാണേ, ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ. മനു ചോദിക്കുകയാണേ, അവളെവിടെ? എങ്ങനെ ചോദിക്കും? അവളെവിടെ എങ്ങനെ ചോദിക്കും? എവിടെയും ചോദിക്കാൻ എപ്പോഴും ഏത് സ്ഥലമാണെന്ന് അറിയാൻ വേർ അല്ലെ. അപ്പൊ എങ്ങനെയാ സെന്റൻസ് പറയാ? ഇങ്ങനത്തെ സെന്റൻസുകളാണ് പലപ്പോഴും അങ്ങനെ ചക്ക. വേർ 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 എന്ന് ചോദിക്കാണ്ട് കറക്റ്റ് ഫുൾ സെന്റൻസ് പറയണം. വേർ ഇസ് ഷീ? അവൾ എവിടെയാണ് എന്നാണ് പറയാ. അപ്പൊ അവിടെ വേർ ഇസ് ഷീ, ആ ഇസ് വിട്ടുപോകുന്നതാ പ്രശ്നം അല്ലെ. അതെന്താണ്? വാട്ട് ഇസ് ഇറ്റ്? എന്താണെന്ന് പറയാൻ വാട്ട് ഇസ് ഇറ്റ്? എവിടെയാണ് അവൾ? വേർ ഇസ് ഷീ? നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ പറയാ. ഓർമ്മയുണ്ടോ? വി ആർ റണ്ണിങ് ലേറ്റ്. വി ആർ റണ്ണിങ് ലേറ്റ്. ഇത് ആദ്യത്തെ ക്ലാസ് നമ്മൾ പഠിച്ചതാ, ഓർമ്മയുണ്ടോ? അപ്പൊ അനു പറയാണ്, ഏത് നിമിഷവും അവൾ ഇവിടെ എത്തും. എങ്ങനെ പറയാം? ഏത് നിമിഷം അവളോട് എത്തേണ്ടതാണ്. ഷി ഷുഡ് ബി ഹിയർ എനി മിനിറ്റ് നൗ. ഏത് നിമിഷവും എന്ന് പറയാൻ എനി സെക്കൻഡ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ എനി മിനിറ്റ് വളരെ കോമൺ ആയിട്ട് കാഷ്വലായി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഉപയോഗിക്കാം. ഷി ഷുഡ് ബി ഹിയർ, അവൾ ഇവിടെ എത്തേണ്ടതാണ് ഏത് നിമിഷവും ഏത് മിനിറ്റും. എനി മിനിറ്റ് നൗ. ഇപ്പൊ ഏത് മിനിറ്റും അവളിവിടെ എത്തും. എത്തേണ്ടതാണ്. ഷി ഷുഡ് ബി ഹിയർ കേട്ടോ. ആ ഈ ഷുഡ് ബി
ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കണത്. ഇപ്പൊ കോൺവെർസേഷനിൽ ഉപയോഗിക്കുമ്പം അത് വരുന്നത് കണ്ടോ എങ്ങനെയാന്ന്. അവൾ ഇവിടെ എത്തേണ്ടതാണ്, ഉണ്ടാവേണ്ടതാണ്. ഷീ ഷുഡ് ബി ഹിയർ. ഷുഡ് ബി ഹിയർ. അവൾ ഇവിടെ എത്തേണ്ടതാണ്. ഏത് മിനിറ്റും എന്ന് പറയാൻ എനി മിനിറ്റ് നൗ. ഓക്കെ, അതൊന്ന് ഉറക്കെ പറയൂ എൻ്റെ കൂടെ, അപ്പൊ അത് ശരിയാവും. ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ എക്സാമ്പിൾസ് കാണും. അപ്പോൾ വിശദമായിട്ട് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഷീ ഷുഡ് ബി ഹിയർ എനി മിനിറ്റ് നൗ. ഇപ്പൊ എത്തും എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത്, അല്ലെ? ഏത് നിമിഷത്തോടെ എത്തേണ്ടതാണ് അവള്. മനു, അവളെ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ഫോൺ കേടായിട്ടുണ്ട്. അപ്പൊ അത് കടയിൽ കൊടുത്ത് നന്നാക്കിയിട്ട് ഇന്ന് പോണ അന്നാണ് അവളത് തിരിച്ചെടുക്കാൻ പോണേ. അപ്പൊ മനു പറയാണ്, അവൾ ഈ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്യാലോ എന്നുള്ള ധ്വനി. അപ്പൊ എങ്ങനെ പറയാ? അവളത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ ഷി ഷുഡിന്റ് ഹാവ് ഡൺ ദാറ്റ്. അപ്പൊ എന്താ ചെയ്യാൻ പാടില്ലാത്തത്? അവസാന മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോ ഷി ഷുഡിന്റ് ഹാവ് വെയിറ്റഡ് എവിടെ വരെ? ടിൽ ദ ലാസ്റ്റ് മിനിറ്റ്. ഇത് വലിയ സെന്റൻസ് ആണെങ്കിൽ ആക്ച്വലി സിമ്പിളാ. അപ്പൊ അവള് ചെയ്യാൻ പാടില്ലായിരുന്നു. ഷി ഷുഡിന്റ് ഹാവ് ഡൺ ഇറ്റ്. ചെയ്യരുത് എന്നല്ല പറയാന്നെ, എന്തോ ഒരു കാര്യം ചെയ്തു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഷി ഷുഡിന്റ് ഹാവ് ഡൺ ഇറ്റ്. അത് അവള് ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു. ഷി ഷുഡിന്റ് ഹാവ് ഡൺ ഇറ്റ്. തെറ്റ് പറ്റിയ അവൾക്കത്. മനസ്സിലായോ? ആ ഒരു വികാരാണേ. അപ്പം മനു പറയുന്നത് അവളത് ചെയ്യാനേ പാടില്ലായിരുന്നു. അങ്ങനെ ഒട്ടും പാടില്ലായിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ ഷി റിയലി ഷുഡിന്റ് ഹാവ് ഡൺ ഇറ്റ്. റിയലി, ശരിക്കും അവളത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് റിയലി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഷി റിയലി ഷുഡിന്റ് ഹാവ് എന്ത്? വെയിറ്റഡ് ടിൽ ദ ലാസ്റ്റ് മിനിറ്റ്. എന്തിന്? ടു പിക്ക് അപ്പ് ഹെർ ഫോൺ. അവളുടെ ഫോൺ എടുക്കാൻ വേണ്ടിട്ട് അവസാന മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ അവൾ പാടില്ലായിരുന്നു. ഒന്ന് ആ സെൻസ് എന്റെ കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കിയേ. ഷി റിയലി ഷുഡിന്റ് ഹാവ് വെയിറ്റഡ് ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് ടു പിക്ക് അപ്പ് ഹെർ ഫോൺ. അപ്പൊ നമ്മളിപ്പോ ആദ്യം ഷി ഷുഡ് ബി ഹിയർ എനി മിനിറ്റ് നൗ, അല്ലെ? അങ്ങനെ കണ്ടു. ഇവിടെ നമ്മൾ ഷുഡ് ഹാവ് കണ്ടു. ഇത് രണ്ടും ഒന്നല്ല. അപ്പൊ ഞാൻ ഈ സെന്റൻസിൽ തന്നെ കണ്ടില്ലേ, ഷുഡ് ഹാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞു. അത് ഇനി പശ്ചാത്താപം മാത്രമേ ഉള്ളൂ നമുക്ക്, അല്ലെ? നമ്മളാണ് അത് ചെയ്യാത്തതെങ്കിൽ നമുക്ക് പശ്ചാത്താപം, അല്ലെ? വേറൊരാളാണെങ്കിൽ ഉപദേശം, നീ അങ്ങനെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ ഉപദേശിക്കുമ്പോഴാണ് ഈ ഷുഡ് ഹാവ് കടന്നു വരിക. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാവരും ഉപദേശിക്കാൻ മുന്നിൽ, അല്ലേ? അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഉപദേശം കൊടുക്കണമെങ്കിൽ അപ്പം പറയണം യു ഷുഡ് ഹാവ് ഡൺ ദാറ്റ്. നീ എന്താ ചെയ്തിരുന്നത്? അല്ലെങ്കിൽ യു ഷുഡിന്റ് ഹാവ് ഡൺ ദാറ്റ്. നീ എന്തിനാ ചെയ്തേ? ഇത് പറയാനാണ് ഷുഡ് ഹാവ്, കേട്ടോ. അപ്പോ ചോദ്യം ചോദിക്കട്ടെന്നാ, ഞാൻ എക്സാമിന് കുറച്ചുകൂടെ പഠിക്കണമായിരുന്നു, പഠിച്ചില്ല, പശ്ചാത്താപ. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് പശ്ചാത്താപ. വേറെ ആളെ ചെയ്യുമ്പോൾ നമ്മൾ ഉപദേശം ചെയ്യാം, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല, ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഉപദേശമല്ല, പശ്ചാത്താപം വരിക. അപ്പൊ എങ്ങനെ പറയാ? ഞാൻ എക്സാമിന് കുറച്ചുകൂടെ പഠിക്കണമായിരുന്നു. പറഞ്ഞോളൂ. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ ഫോർ ദി എക്സാം. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ ഫോർ ദി എക്സാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഷുഡ് ഹാവ് കഴിഞ്ഞ് എപ്പോഴും V3 കേട്ടോ. സ്റ്റഡീഡ് എന്ന് പറയുന്നത് സ്റ്റഡി എന്നുള്ള വേർബിന്റെ V3 ഫോമാണ്. കുറെ അത്യാവശ്യം നമുക്ക് വേണ്ട വേർബ്സും അതിന്റെ ലിസ്റ്റും V3 ഫോമും എല്ലാ സാധനവും ഞാൻ ആ കോമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സമയം കിട്ടുന്ന പോലെ അതൊക്കെ എടുത്തിട്ട് പഠിക്കുക കേട്ടോ. ഒന്ന് വായിച്ചാൽ മതി, അപ്പൊ ഓർമ്മ കിട്ടും. എല്ലാം ഏകദേശം ഇതിങ്ങനെ ഒന്നില്ലെങ്കിൽ സ്റ്റഡി സ്റ്റഡീഡ്, വാക്ക് വാക്ഡ് എന്നുള്ള രീതിയിലാണ് വരിക. അല്ലെങ്കിൽ ചിലത് ഇങ്ങനെ ടേക്ക് ടേക്കൻ ആ രീതിയിൽ വരും. അപ്പൊ ലിസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ വരും. ഓക്കെ, താഴെ കോമെന്റിൽ പിന്നെ ഇത് കോമെന്റിൽ ഉണ്ടാവും കേട്ടോ. അത് കണ്ടില്ലെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ സമയം കിട്ടുന്ന പോലെ അത് കോപ്പി ചെയ്ത് തരാം. ഓക്കെ, അപ്പോ പഠിക്കണമായിരുന്നു. അടുത്ത് ചെയ്യട്ടെ. സംഭവം മനസ്സിലായില്ലേ? നീ എന്നോട് നേരത്തെ പറയണായിരുന്നു എങ്ങനെ പറയും? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് യു ഷുഡ് ഹാവ് പറയാ, ടെൽ. V3 ടോൾഡ്. യു ഷുഡ് ഹാവ് ടോൾഡ് മീ നേരത്തെ, ഏർലിയർ. യു ഷുഡ് ഹാവ് ടോൾഡ് മീ ഏർലിയർ. ഇതാണോ പറയണേ? യു ഷുഡ് ഹാവ് ടോൾഡ് മീ ഏർലിയർ.
യു ഷുഡ് ഹാവ്, കണ്ടോ, ഷുഡ് ഹാവിനെ നമ്മൾ ഷുഡ് ഹാവ് അങ്ങനെ പറയാം. യു ഷുഡ് ഹാവ് ടോൾഡ് മീ ഏർലിയർ. ഇരുട്ടുന്നതിന് മുമ്പ് ഇറങ്ങണമായിരുന്നു നീ. ഇനിയിപ്പൊ പേടിയാ, പോവാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇരുട്ടുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് ഇറങ്ങണമായിരുന്നു എന്ന് പറയും. ഇറങ്ങുക, ലീവ്. V3 ലെഫ്റ്റ് പറഞ്ഞു. യു ഷുഡ് ഹാവ് ലെഫ്റ്റ് ബിഫോർ ഇറ്റ് ഗോട്ട് ഡാർക്ക്. ബിഫോർ ഇറ്റ് ഗോട്ട് ഡാർക്ക്, ഇരുട്ടാവുന്നതിന് മുമ്പേ. ബിഫോർ ഇറ്റ് ഗോട്ട് ഡാർക്ക് യു ഷുഡ് ഹാവ് ലെഫ്റ്റ്. അല്ലെങ്കിൽ പശ്ചാത്താപാണെങ്കിലോ, നമ്മള് ഇരുട്ടുന്നതിന് മുമ്പ് ഇറങ്ങണമായിരുന്നു, വൈകിപ്പോയില്ലേ. വി ഷുഡ് ഹാവ് ലെഫ്റ്റ് ബിഫോർ ഇറ്റ് ഗോട്ട് ഡാർക്ക്. അവള് ലേറ്റ് ആവാന്ന് എന്നോട് വിളിച്ചു പറയണായിരുന്നു. ഞാൻ ആകെ പേടിച്ചില്ലേ. ലേറ്റ് ആവുകയാണെങ്കിൽ അത് വിളിച്ച് പറയണ്ട, അവള് പറയണായിരുന്നു. എങ്ങനെ പറയാ, പറയുക, കോൾ എന്നുള്ള എന്നുവെച്ചാൽ വിളിച്ചു പറയാ, ഫോണിൽ വിളിക്കുക, കോൾ. V3 കോൾഡ്. ഷീ ഷുഡ് ഹാവ് കോൾഡ്. എന്തിന്? ടു സേ, പറയാൻ. എന്ത്? ദാറ്റ് ഷീ ഈസ് റണ്ണിങ് ലേറ്റ്. വൈക, ഷീ ഈസ് റണ്ണിങ് ലേറ്റ്. അവിടെ ദാറ്റ് ഡ്രോപ്പ് ചെയ്താലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഷീ ഷുഡ് ഹാവ് കോൾഡ് ടു സേ ഷീ ഈസ് റണ്ണിങ് ലേറ്റ്. അപ്പം ഷുഡ് ഹാവ് ഏകദേശം മനസ്സിലായി. ഷുഡ് ബി എങ്ങനെയാ? അവനിപ്പം അവിടെ എത്തിയിരിക്കണം, അല്ലെ? നമ്മുടെ ഒരു അനുമാനാണ്, അവനിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവണം. അങ്ങനെ ഹി ഷുഡ് ബി ഹോം ബൈ നൗ. വീട്ടിലെത്തിയിരിക്കണം ഈ സമയമാകുമ്പോഴേക്കും, എത്തിയിട്ടുണ്ടാവണം. ഹി ഷുഡ് ബി ഹോം ബൈ നൗ. നമ്മുടെ ഒരു എന്താ പറയാ, എല്ലാ കണക്കൂട്ടലുകളും വെച്ച് നമ്മളിങ്ങനെ ഒരു കാര്യങ്ങൾ പ്രവചിക്കുക, അങ്ങനെ എത്തിയിട്ടുണ്ടാവണം, അല്ലെ? ഇത് ഉച്ചയ്ക്ക് ഇത് മതിയാവണം. എങ്ങനെ പറയും? ദിസ് ഷുഡ് ബി ഇനഫ് ഫോർ ലഞ്ച്. ദിസ് ഷുഡ് ബി ഇനഫ് ഫോർ ലഞ്ച്. ഞങ്ങൾ രണ്ടുപേരിലുള്ളൂ, ഇതിപ്പോ ഇഷ്ടംപോലെ ചോറും കറിയൊക്കെ ഉണ്ടല്ലോ, ഇത് മതിയാവണം. ദിസ് ഷുഡ് ബി ഇനഫ് ഫോർ ലഞ്ച്. മനസ്സിലായോ? അത് 10 മിനിറ്റിൽ റെഡി ആവണം. ശരിക്കും പറഞ്ഞാൽ അത്ര സമയമുള്ളൂ. അവര്, ഞാൻ വെബ്സൈറ്റ് നോക്കിയപ്പോ ആ റെസിപ്പിയിൽ എത്ര സമയം വെക്കണ്ടു? 10 മിനിറ്റിൽ അത് റെഡി ആവണം. നമ്മൾ ആ എല്ലാ കാര്യങ്ങളും നോക്കി കണക്ക് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പറയുക, അങ്ങനെ ആവണം സംഭവം. അപ്പം ഇറ്റ് ഷുഡ് ബി റെഡി ഇൻ 10 minutes. ഇറ്റ് ഷുഡ് ബി റെഡി ഇൻ 10 minutes. നാളെ കാലാവസ്ഥ കുറച്ചുകൂടി നന്നാവണം. നമ്മൾ വെതർ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട്, എന്താ പറയാ, ന്യൂസിലിപ്പൊ വെതർ അത് വായിക്കാം ഇല്ല അല്ലെ? വായിക്കാറുണ്ടോ നമ്മുടെ അവിടെ കാലാവസ്ഥ? ഞാൻ TV കണ്ടിട്ട് കുറെ കാലം. ഞാൻ യൂട്യൂബിൽ മാത്രമേ ന്യൂസ് കേൾക്കാറുള്ളൂ. അതിലൊന്നും കാലാവസ്ഥ പ്രവചിക്കുന്ന ആ സെഗ്മെന്റ് ഉണ്ടാവാറില്ല. ഇപ്പൊ ന്യൂസിൽ കാലാവസ്ഥ പറയാറുണ്ടോ? പണ്ടിങ്ങനെ ഇന്ത്യയുടെ മാപ്പൊക്കെ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ന്യൂനമർദ്ദം ഓടുന്നോ ചാടുന്നോ ഒക്കെ പറയാറുണ്ട്. ഇപ്പൊ അതുണ്ടോ ശരിക്കും? ന്യൂസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണേ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലാന്ന് പറയണേ ഇംഗ്ലീഷില്. അപ്പൊ നാളെ കാലാവസ്ഥ നന്നാവണം, ബെറ്റർ ആവണം, എങ്ങനെ പറയും? പറഞ്ഞോളൂ. എന്താ നന്നാവണ്ടേ? ഞാനും നിങ്ങളൊന്നല്ല നന്നാവണ്ടേ. വെദർ. ദ വെദർ ഷുഡ് ബി ബെറ്റർ. എപ്പോ? നാളെ. ടുമോറോ. ദ വെദർ ഷുഡ് ബി ബെറ്റർ ടുമോറോ. മനസ്സിലായി ഇത് ഉപയോഗിക്കണത്? ഇനിയിപ്പോ ഷുഡിൻറ്റ് ഹാവ് വെച്ച് ഇങ്ങനെ അല്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നൊക്കെ പറയാൻ ഷുഡിൻറ്റ് ഹാവ്. നീ അത്രയധികം കേക്ക് തിന്നാൻ പാടില്ലായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ഈറ്റൻ സോ മച്ച് കേക്ക്. മനസ്സിലായില്ലേ? ഇനി അവൻ ലേറ്റ് ആവരുത്. എങ്ങനെ പറയാ? ലേറ്റ് ആവുക എന്നുവെച്ചാ ടു ബി ലേറ്റ്. ഇനി അവൻ ലേറ്റ് ആവരുത്. He shouldn't be late again. He shouldn't be late again. Okay? അപ്പോ ഏകദേശം പിടികിട്ടിയെന്ന് വിചാരിക്കണു. അപ്പൊ ഒന്നില്ലെങ്കിൽ ഷുഡിൻറ്റ് ബി എന്ന് കഴിഞ്ഞിട്ട് ഒരു ലേറ്റ് അല്ലെങ്കിൽ ഹാപ്പി അങ്ങനത്തെ അഡ്ജക്റ്റീവ്സ് വരാം.
അല്ലെങ്കിൽ വേർബിന്റെ ING ഫോം വരാം. നീ ഇപ്പൊ TV കണ്ടോണ്ടിരിക്കാൻ പാടില്ല. യു ഷുഡിൻ ബി വാച്ചിങ് TV റൈറ്റ് നൗ. അപ്പൊ വാച്ചിങ് അപ്പൊ രണ്ട് രീതിയിൽ വരാം. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രവൃത്തി നീ ചെയ്തോണ്ടിരിക്കണെങ്കിൽ ആ സംഭവം നീ തുടരാൻ പാടില്ലാത്തതാണ്. യു ഷുഡിൻ ബി വാച്ചിങ് TV നൗ. അല്ലെങ്കിൽ യു ഷുഡ് ബി സ്ലീപ്പിംഗ് നൗ. നീ ഇപ്പൊ ഉറങ്ങേണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ ആ രണ്ട് രീതിയിൽ ഷുഡ് ബി ഷുഡിൻ ബി എന്നുള്ളത് വരാം. ഒന്നുകിൽ ഷുഡ് ബി ലേറ്റ്, ഷുഡിൻ ബി ലേറ്റ്, ഷുഡ് ബി വാച്ചിങ്, ഷുഡിൻ ബി വാച്ചിങ്, ആ രീതിയിൽ. ഓക്കെ. ഷുഡ് ഹാവ് വരുമ്പം അല്ലെങ്കിൽ ഷുഡിൻ ഹാവ് വരുമ്പോ അപ്പുറത്ത് V3 മാത്രമേ വരുള്ളൂ വേർബിന്റെ. ഓക്കെ. അപ്പൊ മനു പറഞ്ഞില്ലേ, ഷി റിയലി ഷുഡിന്റ് ഹാവ് വെയിറ്റഡ് ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് ടു പിക്ക് അപ്പ് ഹർ ഫോൺ. അവള് ഈ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവൾക്ക് ഫോൺ എടുക്കാൻ. നേരത്തെ വാങ്ങിക്കേണ്ടതല്ലേ അവള്. അങ്ങനെ പറഞ്ഞു അല്ലെ. ഷി ഷുഡിന്റ് ഹാവ് വെയിറ്റഡ് ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് അല്ലെ. അപ്പോ അനു പറയാണ്, അതെ നമ്മള് ഇംഗ്ലീഷിൽ പറയുമ്പോ ഐ നോ റൈറ്റ്, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഐ നോ റൈറ്റ്, ശരിയാണ്, താങ്കൾ പറയുന്നത് ശരിയാണ്, എനിക്ക് അതിന് ഫീലിംഗ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഐ നോ റൈറ്റ്. അങ്ങനെ എന്നിട്ട് പറയാണ് അനു, സമയത്ത് എത്തുന്നു ഞാൻ വിചാരിക്കണു, പ്രതീക്ഷിക്കണു. അവൾ ഇനി ലേറ്റ് ആയ ബസ് മിസ്സാവേ. ബസ് 5 മിനിറ്റിലാണുള്ളത്. ബസ് 5 മിനിറ്റിൽ വരും. അവൾക്ക് ആ സമയത്ത് എത്താൻ പറ്റുമെന്ന് വിചാരിക്കണു. അങ്ങനെ പറയാം, ഐ ജസ്റ്റ് ഹോപ്പ് ഷി മേക്സ് ഇറ്റ് ഇൻ ടൈം. ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ മലയാളത്തിലൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സാഹചര്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയാ. അത് നമ്മള് ഇങ്ങനത്തെ സെന്റൻസ് ഒക്കെ നമ്മൾ സാധാരണ ആരെങ്കിലുമൊക്കെ വൈകില്ലേ, അല്ലെങ്കിൽ സാധാരണ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അയ്യോ ഇത് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു നമ്മൾ വിചാരിക്കില്ലേ, അപ്പോഴൊക്കെ ഈ സെന്റൻസ് പറ്റും. ഐ ഹോപ്പ് ഷി ഗെറ്റ്സ് ത്രൂ. അവള് എക്സാം ആണെങ്കിൽ അത് പാസ്സാവും എന്ന് വിചാരിക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമെന്ന് വിചാരിക്കണോ. സോ ഐ ജസ്റ്റ് ഹോപ്പ് ഷി മേക്സ് ഇറ്റ് ഇൻ ടൈം. സമയത്ത് എത്തുമെന്ന് വിചാരിക്കണോ. അത് ഷി മേക്സ് ഇറ്റ് ടു മേക്ക് സംതിങ് ഇൻ ടൈം എന്ന് വെച്ചാൽ സമയത്ത് അത് ചെയ്യുക, അങ്ങനെ എത്തിപ്പെടുക. അങ്ങനെ അപ്പോ ബസ് 5 മിനിറ്റിൽ വരും എങ്ങനെ പറയും? നമ്മൾ പൊതുവെ പറയില്ലേ, ദ ബസ് വിൽ കം ഇൻ 5 minutes. അതിന്റെ ആ വില്ലെന്ന് അവിടെ ശരിക്കും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ദ ബസ് കംസ് ഇൻ 5 minutes എന്ന് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് സിമ്പിൾ പ്രസന്റ് അല്ലേ, അതിങ്ങനെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞല്ലേ. ഇത് സിമ്പിൾ പ്രസന്റ് ചില സമയത്ത് നമുക്ക് ഫ്യൂച്ചർ പറയാൻ യൂസ് ചെയ്യാം. ഞാനിത് അധികം അങ്ങനെ പഠിപ്പിക്കാറില്ല, കാരണം അധികം നമ്മള് ഇപ്പൊ വില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇത് എന്താ ഇങ്ങനെ പറയണേ എന്നുള്ള സംശയം ചിലർക്ക് തോന്നും. കാരണം ഞാൻ ഗ്രാമർ എടുത്ത് പറയാണ്ട് കോൺവെർസേഷനിലൂടെയാണ് പഠിപ്പിക്കണത്. അപ്പൊ ഓൾറെഡി നിങ്ങൾ 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് കണ്ടിട്ടല്ലേ വന്നിട്ടുള്ളത്. 16 വീഡിയോ ഉണ്ട് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ആ വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഞാൻ കോമെന്റിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് കാണാത്തവർ അത് കണ്ട് ക്ലിയർ ആക്കുക. എന്നിട്ട് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ പിടികിട്ടും. മറ്റത് വെറുതെ നമ്മൾ കുറെ ടെൻസുകളും ഗ്രാമറും പഠിച്ചു പോയാൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇങ്ങനത്തെ കോൺവെർസേഷൻസിലൂടെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. ഓക്കെ. 5 മിനിറ്റിൽ ബസ് വരും. ദ ബസ് കംസ് ഇൻ 5 minutes. 6 മണിക്ക് സൂര്യൻ അസ്തമിക്കും. The sun sets at 6. മനസ്സിലായോ? അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കുക easyenglishwithpini.com. അപ്പൊ അവിടെ തന്നെ എന്റെ ഫീ, കരിക്കുലം ഒക്കെ കാണാം. അപ്പൊ നിങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാ പഠിപ്പിക്കണേ, എത്രയാ ഫീ, എങ്ങനെയാണ് എടുക്കണേ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് മാത്രം കോഴ്സ് എടുക്കുക. നിങ്ങൾ കോഴ്സ് എടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് ഞാൻ പറയുമ്പോൾ പലരും വിചാരിക്കും കോഴ്സ് എടുക്കാൻ നിർബന്ധിക്കാന്ന്. ഇന്നില്ല. കുറെ ആൾക്കാർ ഈ 6-7 കോഴ്സ് എടുത്ത ശേഷം എൻ്റെ അടുത്ത് വരും. എന്നിട്ട് പറയും ഞാൻ അറിഞ്ഞില്ല ഒരു കോഴ്സ് ഉള്ളത്, ഞങ്ങളുടെ കുറെ കാശ് അവിടെ ഇവിടെയൊക്കെ പോയി. അപ്പൊ ഞാൻ അങ്ങനെ കോഴ്സ് എന്തായാലും എടുക്കണം എന്ന് താല്പര്യമുള്ളവരോട് പറയാണ്, പരസ്യത്തിൽ പോയി ചാടരുത്. പരസ്യം എന്ന് പറയുന്നത് നമ്മളിപ്പം വലിയ വലിയ ആൾക്കാരെന്ന് വെച്ച് പരസ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, നല്ലൊരു ടീച്ചിങ് പ്ലാനും അതിന് നല്ലൊരു മെത്തേഡും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ പരസ്യം വെക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കാശുമില്ല,
ഇത്രയും വലിയ പരസ്യം വെക്കാൻ. പക്ഷെ നമുക്ക് നല്ല കോണ്ടന്റ് ഉണ്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാനും അതിന് റിസൾട്ട് കിട്ടാവുന്ന സംഭവം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോഴ്സ് എടുക്കുകയാണെങ്കിൽ എന്റെ കോഴ്സ് എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു കോഴ്സ് വേണ്ടി വരില്ല, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറായി വന്നാൽ നിന്റെ കോഴ്സ് മാത്രം മതി നിങ്ങൾക്ക്. ഞാൻ തന്നെ എന്റെ കോഴ്സിനെ പുകഴ്ത്തി പറയുന്നില്ല. പേര് ജൂഡ്സ്. ഞാൻ നമ്മുടെ വിനി മാഡത്തിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ വിനി മാഡത്തിന്റെ ക്ലാസ്സിൽ വരുന്നതിനെക്കാട്ടും മുമ്പ് 3-4 കോഴ്സിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നമ്മുടെ ഈ ഓൺലൈനിൽ അറിയപ്പെടുന്ന അത്യാവശ്യം നല്ല വ്യക്തികളുടെ ഗ്രൂപ്പ് തന്നെയാണ് പഠിക്കാനായിട്ട് ചേർന്നത്. പക്ഷെ അവിടെ അങ്ങ് പഠിക്കാനായിട്ട് ചേർന്നതുമില്ല, പഠിക്കാനായിട്ട് സാധിച്ചതുമില്ല നല്ലത് വൃത്തിയിൽ. പോരാത്തതിന് നമ്മുടെ മനസ്സിൽ കുറേ സംശയങ്ങൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുകയും പിന്നെ കുറെ യൂട്യൂബുകൾ ഇങ്ങനെ ചാനലുകൾ കണ്ട് 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 ഒരു ദിവസം വിനി മാഡത്തിന്റെ യൂട്യൂബ് കാണാനിടയായി. അതിനുശേഷം കുറച്ച് നാള് യൂട്യൂബിൽ വിനി മാഡത്തിന്റെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു. അതിനുശേഷം പഠിക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഫുൾ കോഴ്സ് എടുത്ത് ചേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ മനസ്സിൽ ശരിക്ക് ഇന്ന് ഇംഗ്ലീഷിന്റെ കാര്യത്തില് ആരോടും ഒരു സംശയം എനിക്ക് എടുത്ത് ചോദിക്കേണ്ടതായിട്ടില്ല. കാരണം എല്ലാം അക്ഷരാർത്ഥത്തിൽ കൃത്യമായിട്ട് തന്നെയാണ് ഓരോ ചെറിയ ചെറിയ പോയിന്റ് സഹിതം കൃത്യമായിട്ട് അവർ ക്ലാസ് എടുത്തിട്ടുള്ളത്. ആ ക്ലാസ്സിന്റെ എൻ്റെ ഓഡിയോയിലുണ്ട്, എൻ്റെ ഓഡിയോയിൽ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് മുറിക്ക് നമ്മൾ അത് ഞാൻ എടുത്ത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സജക്റ്റ് ചെയ്യാനുള്ളത്, ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ വിനി മാഡത്തിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. പൈസ ഉള്ളവരാണെങ്കിൽ ഫുള്ള് കോഴ്സ് എടുത്തിട്ട് ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ യൂട്യൂബിന്റെ ലിങ്കിൽ അവർ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്, അതെടുത്ത് നോക്കിയിട്ട് പഠിക്കുക. പക്ഷെ 100% വിശ്വസിക്കാം, ഇംഗ്ലീഷിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകും എന്ന് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ മനു പറയാണ്, അത് അവളാണോ? ഒരു പെണ്ണ് വരണണ്ടിട്ട് അത് അവളാണോ ചോദിക്കാം. അങ്ങനെയാ പറയാ, ഇസ് ദാറ്റ് ഹർ? ഇസ് ദാറ്റ് ഹർ? ഇസ് ദാറ്റ് ഹർ? അവളാണോ അത്? ഇസ് ദാറ്റ് ഹർ? അപ്പൊ അനു പറയാം, അത് വേറെ ആരോ പോലെ ഉണ്ട്, അത് വേറെ ആരോ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയില്ലേ. നാ, നോ എന്ന് പറയുന്നത് നാ എന്നൊക്കെ പറയും. നാ, ലുക്സ് ലൈക്ക് സമ്മൺ എൽസ്. വേറെ ആരോ എന്ന് തോന്നുന്നത്. ലുക്സ് ലൈക്ക് സമ്മൺ എൽസ്, വേറെ ആരെയോ പോലെ ഉണ്ട് കാണാൻ, അവളല്ലത്. നാ, ലുക്സ് ലൈക്ക് സമ്മൺ എൽസ്. എന്നിട്ട് അനു ഇങ്ങനെ വിളിക്കുകയാണ് ആര്യനെ. എന്നിട്ട് അയ്യോ ഫോൺ എടുക്കുന്നില്ലല്ലോ അവള്. ഇങ്ങനെ പറയാ, ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കണ്ട അല്ലെ. ഷീസ് നോട്ട് പിക്കിംഗ് അപ്പ് ഹെർ ഫോൺ. ഷീസ് നോട്ട് പിക്കിംഗ് അപ്പ് ഹെർ ഫോൺ. ഫോൺ എടുക്കുക, പിക്കപ്പ് അല്ലെ, അത് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. പിക്കപ്പ്, എടുക്കുക. ഷീസ് നോട്ട് പിക്കിംഗ് അപ്പ് ഹെർ ഫോൺ. എന്താണോ സംഭവിക്കണേ, ഇങ്ങനെ പറയാ, എന്താണോ അവൾക്ക് പറ്റിയത് എന്നൊക്കെ പറയില്ലേ. വണ്ടർ വാട്ട്സ് ഗോയിങ് ഓൺ. വണ്ടർ വാട്ട്സ് ഗോയിങ് ഓൺ. എന്താ സംഭവിക്കണെന്ന് അവ അറിയില്ല, അങ്ങനെ പറയില്ലേ. വണ്ടർ വാട്ട്സ് ഗോയിങ് ഓൺ. നമ്മള് മലയാളത്തിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന എക്സാക്ട് വികാരങ്ങളാണ് ഇതേ സെന്റൻസുകൾ, ഇങ്ങനത്തെ സെന്റൻസുകൾ ഇംഗ്ലീഷ് പറയുമ്പോൾ വരിക. അപ്പൊ മലയാളത്തിലേത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാണ്ട് അതിന് തനതായ ശൈലി ഉപയോഗിച്ച് പഠിക്കുക. അപ്പൊ മനു പറയാ, ബസ് വന്നു. അങ്ങനെ പറയാ, ദ ബസ് ഇസ് ഹിയർ. ദ ബസ് ഇസ് ഹിയർ. അപ്പൊ അനു പറയാ, ദേ അവള് വരുന്നു. അങ്ങനെ പറയാ, ദേർ ഷീസ്. ദാ അവള്, അങ്ങനെ പറയില്ലേ, ദേർ ഷീസ്. ഓ, ജസ്റ്റ് സമയത്ത് ഇവിടെ എത്തിയവള്. ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ഇതൊരു ഫ്രേസ് അങ്ങോട്ട് പഠിച്ചു വെച്ചോളൂ. ആ എന്താ പറയാ, സമയത്തിന്റെ ആ ഒരു അറ്റത്ത് ഇപ്പൊ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ബസ് മിസ്സായനെ. അപ്പൊ ആ അന്ത്യ സമയത്ത് അവളങ്ങ് എത്തി എന്ന് പറയണ രീതി, ഇത് ഇങ്ങനെ മലയാളത്തില് ഇങ്ങനെ പറയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ആ സമയം തീരുന്നതിന്റെ ആ സമയത്ത് അവളവിടെ എത്തി എന്ന് പറയില്ല, അതാണ് ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ഓക്കെ, ദേർ ഷീ ഈസ്. ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. മനസ്സിലായോ? അഭിനയിച്ച് വേണം പറയാൻ കേട്ടോ. അനു, നിങ്ങൾ അനുവാണ്. ആര്യ അങ്ങനെ വരുന്നത് കാണുക. അപ്പോ പറഞ്ഞോളൂ, ഞാൻ മനുവാണ്, പറഞ്ഞോളൂ. ദേർ ഷീ ഈസ് ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ഓക്കെ, ഇനി അവളോട് ചോദിക്കണേ, എന്താ പറ്റിയേ? എന്ന് പറയും, വാട്ട് ഹാപ്പൻഡ്?
എന്താ പറ്റിയ? വാട്ട് ഹാപ്പൻഡ്? എല്ലാം ഓക്കെ ആണോ? എവറിത്തിങ് ഓക്കെ? വാട്ട് ഹാപ്പൻഡ്? എവറിത്തിങ് ഓക്കെ? അപ്പൊ ആര്യ ഒരു നീണ്ട കഥയാണ്, ലോങ് സ്റ്റോറി. നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് എ ലോങ് സ്റ്റോറി എന്നൊന്നും ഫുൾ പറയാൻ നിൽക്കില്ല. ലോങ് സ്റ്റോറി. ആദ്യം ബസ്സിൽ കയറാം. എങ്ങനെ പറയാ? വാ നമുക്ക് ബസ്സിൽ കയറാം ആദ്യം. ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ ബസ് ഫസ്റ്റ്. ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ ബസ് ഫസ്റ്റ്. ആദ്യം നമുക്ക് ബസ്സിൽ കയറാം. ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ ബസ് ഫസ്റ്റ്. ബസ്സിൽ കയറുക, ടു ഗെറ്റ് ഓൺ ദ ബസ്. ബസ് ഇറങ്ങുക, ടു ഗെറ്റ് ഓഫ് ദ ബസ്. ഓക്കെ, ആദ്യം നമുക്ക് ബസ്സിൽ കയറാം. ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ ബസ് ഫസ്റ്റ്. അപ്പൊ മനു പറയാ, നീ എന്താണ് ഫോൺ എടുക്കാതിരുന്നേ? എങ്ങനെ പറയാ? എന്താ ചെയ്യാതിരുന്നേ? കാരണം അറിയണം. അപ്പൊ വൈ ഡിഡ്ന്റ് യു ആൻസർ ദ ഫോൺ, അല്ലെങ്കിൽ യുവർ ഫോൺ. വൈ ഡിഡ്ന്റ് യു ആൻസർ യുവർ ഫോൺ? എന്താ നീ ഫോൺ എടുക്കാതിരുന്നേ? വൈ ഡിഡ്ന്റ് യു ആൻസർ യുവർ ഫോൺ? അപ്പൊ ആര്യ, ഞാൻ കേട്ടില്ല കേട്ടോ റിങ് ചെയ്തത്. എങ്ങനെ പറയാ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും എന്നും ആവശ്യം വരുന്ന സെന്റൻസുകളാണ്. ഏതാണ് നിങ്ങൾക്ക് ആവശ്യം വരിക എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റി എനിക്ക് പറയാൻ പറ്റും. ഞാൻ കേട്ടില്ല അടിച്ചത് എന്ന് പറയാം. ഐ ഡിഡ്ന്റ് ഹിയർ ഇറ്റ് റിങ്. ഐ ഡിഡ്ന്റ് ഹിയർ ഇറ്റ് റിങ്. ഐ ഡിഡ്ന്റ് ഹിയർ ഇറ്റ് റിങ്. അടിച്ച് ഞാൻ കേട്ടില്ല. ഐ ഡിഡ്ന്റ് ഹിയർ ഇറ്റ് റിങ്. എന്നിട്ട് എടുത്തു നോക്കിയിട്ട് 24 മിസ് കോളോ? അയ്യോ, എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? എങ്ങനെ പറയും? വെയിറ്റ്, 24 മിസ് കോൾസ്. ഡാം. ഡാം എന്ന് വെച്ചാൽ അയ്യോ എന്നുള്ളൊരു അർത്ഥമാണ് ഇംഗ്ലീഷില്. ഡാം, ഓഫ്, കഷ്ടം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ ഡാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ മിസ് കോൾ കുറെ കിടക്കുന്നത് കണ്ടില്ല, ഡാം എന്ന് പറയും. അത്ര നല്ല വാക്കൊന്നുമല്ല, കാരണം നമുക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരാതിരിക്കണം അല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെ മോശം വാക്കൊന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആരും ഉപയോഗിക്കാൻ പാടാത്ത വാക്കൊന്നുമല്ല. നമുക്ക് ദേഷ്യം ഡാം എന്ന് പറയാം. ഡാം. എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഡാം എന്ന് പറയരുത്, നല്ല എക്സ്പ്രഷൻ പറയണം. ഡാം, 24 മിസ്ഡ് കോൾസ്, ഡാം. ഓക്കെ. സൈലന്റിലായിരുന്നിരിക്കണം. ഇത് പഠിക്കാനുള്ള വകുപ്പാണിത്. സൈലന്റിലായിരുന്നിരിക്കണം. It must have been on silent. It must have been on silent. Must have been on silent. അതാണ് it must have been on silent. സൈലന്റിലായിരുന്നിരിക്കണം. It must have been on silent. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള സെന്റൻസുകളാണ്. അപ്പൊ മനു പറയാ, ശരി, ഇനി എന്താ സംഭവിച്ചേ? സോ വാട്ട് ഹാപ്പൻഡ്? അപ്പൊ ആദ്യം പറയാം, ആ ഫോണിന്റെ കടയിലത്തെ ആ ചെക്കനില്ലേ, അവൻ ആ ഫോൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ പറയാ? The guy at the store, ആൾക്ക് എന്താ പറ്റിയത്? couldn't find the phone. അപ്പൊ പറ്റിയില്ല അല്ലെ? ഇതൊക്കെ സംഭവിച്ചപ്പോ ഫോൺ കിട്ടിയില്ലോ. നേരത്തെ നടന്നു, അതാണ് couldn't. The guy cannot find the phone എന്ന് വെച്ചാൽ ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. അതല്ല, പറ്റിയില്ല. അപ്പം the guy at the store couldn't find the phone. ആ റിപ്പയർ ചെയ്ത ചെക്കനാണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. The repair guy hadn't even arrived yet. അപ്പൊ yet ആ സമയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല അവനും. The repair guy hadn't even arrived yet. Hadn't arrived. എത്തിയിട്ടുണ്ടായിരുന്നില്ല. The guy hadn't arrived. അപ്പൊ hadn't അതുപോലും സംഭവിച്ചിരുന്നില്ല എന്നുള്ള അർത്ഥമാണ് even. The repair guy hadn't even arrived yet. അവസാനം അവർ കണ്ടുപിടിച്ചു. They finally found it. എന്നിട്ട് എനിക്ക് ഓടിക്കതച്ച് വരേണ്ടി വന്നു. And I had to rush over. They finally found it and I had to rush over. അപ്പൊ മനു പറയാ, നീ എന്താ ഇന്നലെ അത് പോയി എടുക്കാതിരുന്നേ? Why didn't you go get it yesterday? Why didn't you do it? നീ എന്താ ചെയ്യാതിരുന്നേ? Go get it yesterday.
Why didn't you go get it yesterday? നീ എന്തിനാ എല്ലാം ഈ അവസാന നിമിഷത്തേക്ക് വെക്കണേ? Why do you always wait till the last second? Why do you always wait till the last second? കണ്ടോ, നീ എന്താ ചെയ്യാതിരുന്നേ? Why didn't you do it? നീ എപ്പോഴും ഇങ്ങനെ ചെയ്യണേ? Why do you do it? മനസ്സിലായോ? ചെയ്യാതിരുന്നേ? Why didn't you do it? നീ എന്താ എപ്പോഴും ഇങ്ങനെ ചെയ്യണേ? Why do you do like this? അപ്പൊ why didn't you go get it yesterday? Why do you always wait till the last second? അപ്പൊ ആര്യ, അയ്യോ എനിക്കറിയാം ഞാൻ കൊളാക്കി, ഐ നോ ഐ മെസ്ഡ് അപ്പ്. പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ റെഡി ആയല്ലോ, ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നമ്മള് ബസ്സിൽ കയറിയല്ലോ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ. ബട്ട് ഹേയ്, വി മെയ്ഡ് ഇറ്റ്, എല്ലാം റെഡി ആയല്ലോ, വി മെയ്ഡ് ഇറ്റ് എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റി. നമ്മള് എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്തു. ബസ് വന്ന് അതിൽ കയറണമെന്ന് വിചാരിച്ചു, അത് നടന്നു എന്നാണ് ആര്യ സമാധാനിപ്പിക്കുന്നത്. എന്നെ പറയുന്നത്, ഐ നോ ഐ മെസ്ഡ് അപ്പ് ബട്ട് ഹേയ് വി മെയ്ഡ് ഇറ്റ്. ഹേയ് ഇപ്പൊ എല്ലാം കുഴപ്പമില്ലല്ലോ, എല്ലാം റെഡി ആയല്ലോ, അങ്ങനെ ഹേയ് വി മെയ്ഡ് ഇറ്റ്. ഓക്കെ. അപ്പൊ അനു, നീ ക്യാമറ എടുത്താ? എങ്ങനെ പറയാ, എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാൻ ഡിഡ്. നീ ക്യാമറ എടുത്തോ? ഡിഡ് യു ടേക്ക് ദ ക്യാമറ? അപ്പൊ ആര്യ, എന്ത് ക്യാമറ? വാട്ട് ക്യാമറ? അപ്പൊ അനു, നീ അത് മറന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ നിന്നെ, അങ്ങനെ പറയില്ലേ. നീ മറന്നോ? യു ഫൊഗോട്ട് ഇറ്റ്. വിശ്വസിക്കാൻ പറ്റില്ല, മറന്നു എന്ന് എത്ര തവണ പറഞ്ഞെന്ന് പറയാനു അതിന്റെ അടുത്ത് എടുക്കണമെന്ന്. നീ മറന്നു അല്ലേ? യു ഫൊഗോട്ട് ഇറ്റ്. വിശ്വസിക്കാൻ പറ്റില്ലട്ടോ നിന്നെ. ഐ കാൺട്ട് ബിലീവ് ദിസ്. നീ മറന്നു എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് ബിലീവ് ദിസ്. അപ്പൊ മനു പറയാ, അവളുടെ ബാഗിലുണ്ടത്. അങ്ങനെ പറയാ, ഇറ്റ്സ് ഇൻ ഹെർ ബാഗ്. ഇറ്റ്സ് ഇൻ ഹെർ ബാഗ്. അവളുടെ ബാഗിലുണ്ടത്. അവൾ നിന്നെ വെറുതെ കളിപ്പിക്കുക. അങ്ങനെ പറയാ, ഷീസ് ജസ്റ്റ് മെസ്സിങ് വിത്ത് യു. ടു മെസ് വിത്ത് സമ്മൺ എന്ന് വെച്ചാൽ വെറുതെ കളിപ്പിക്കുക, കളിയാക്കുക, കളിപ്പിക്കുക, അങ്ങനെയൊക്കെ ഇല്ലേ. നമ്മൾ വെറുതെ എന്താ പറയാ, ഒരാളുടെ വട്ടാക്കില്ലേ, അതിനാണ് മെസ് ചെയ്യുക. മെസ് വിത്ത് സമ്മൺ എന്ന് പറയാം. ഷീസ് ജസ്റ്റ് മെസ്സിങ് വിത്ത് യു. ഓക്കെ. അപ്പൊ ആര്യ, അല്ല ഞാൻ മെസ് ചെയ്തതല്ല, എനിക്ക് പെട്ടെന്ന് ഒന്നും ഓർമ്മ വന്നില്ലേ, ബ്ലാങ്ക് ആയിപ്പോയി, അങ്ങനെ പറയില്ലേ. ഓ നോ, ഐ ടോട്ടലി ബ്ലാങ്ക്ഡ്, അങ്ങനെ പറയാം. ഓ നോ, അയ്യോ അല്ല, അങ്ങനെ ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഓ നോ, ഐ ടോട്ടലി ബ്ലാങ്ക്ഡ്, ആകെ ബ്ലാങ്ക് ആയിപ്പോയി. ഒരു ബ്രേക്ക് തരുമോ? ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കാം. നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചോദിച്ച് എന്നെ ടെൻഷൻ എടുപ്പിക്കലേ. ഒരു ബ്രേക്ക് തരുമോ എന്ന് പറയില്ലേ, അതിന് പറയുന്ന ഒരു ഫ്രേസ് ആണ്, ഗായ്സ് കട്ട് മീ സം സ്ലാക്ക്. ഒരു റെസ്റ്റ് തരുമോ എനിക്ക്, കട്ട് മീ സം സ്ലാക്ക്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാഷ്വൽ ആയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമ്മളിങ്ങനെ പറയില്ലേ ഓരോ കാഷ്വൽ സാധനങ്ങൾ മലയാളത്തില്, അങ്ങനെ ഇംഗ്ലീഷിൽ ഓരോന്ന് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫ്രേസസ് പഠിക്കണം. അല്ലാതെ നമ്മൾ അങ്ങനെ കറക്റ്റ് ഇവിടുന്ന് ഇങ്ങെടുത്ത് അങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആ ഒരു സാധനം കിട്ടില്ല. ഓക്കെ. അപ്പൊ അതിന് ഇതൊക്കെ പഠിച്ചിട്ടുള്ളൂ. കട്ട് മീ സം സ്ലാക്ക്, ആർ യു മെസ്സിങ് വിത്ത് മീ, അങ്ങനെ ചോദിക്കാം. കളിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇല്ല എന്നൊക്കെ പറയാൻ, കളിപ്പിക്കുകയാണോ, ആർ യു മെസ്സിങ് വിത്ത് മീ. നമ്മൾ ഭയങ്കര ക്ഷീണിച്ച് നമ്മൾ ഓടി തളർന്ന് വരുമ്പോൾ ആൾക്കാർ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പറയാം, ഓ പ്ലീസ് കട്ട് മീ സം സ്ലാക്ക്, കുറച്ച് ഒരു സമാധാനം തരുമോ, അതാണ് എൻ്റെ അർത്ഥം. ഞാൻ തളർന്നിരിക്കുകയാണ്, ഐ എം ടയേർഡ് എന്നൊക്കെ പറഞ്ഞത് പോരാ. അത്രയ്ക്കധികം ടയേർഡ് ആണെങ്കിൽ നമ്മൾ പറയാം ഐ എം എക്സോസ്റ്റഡ്. ഓ ടയേർഡാണ്, ഐ എം എക്സോസ്റ്റഡ്. ടയേർഡ് തെറ്റല്ല കേട്ടോ, ഞാൻ പറയുന്നത് കുറച്ചുകൂടെ വെരി ടയേർഡ് എന്നുള്ള അർത്ഥം വരണമെങ്കിൽ എക്സോസ്റ്റഡ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ അനു പറയാ, നിനക്ക് ബസ്സിൽ 10 മണിക്കൂറുണ്ട്, റെസ്റ്റ് എടുത്തോളൂ. 10 മണിക്കൂർ ജേണിയാണേ, അപ്പൊ 10 മണിക്കൂറുണ്ട് നിനക്ക് ബസ്സിൽ, ഉറങ്ങിക്കോ, റെസ്റ്റ് എടുത്തോ കേട്ടോ. ഇങ്ങനെ പറയാ, യു ഹവ് ഗോട്ട് 10 hours ഓൺ ദ ബസ്. 10 മണിക്കൂറുണ്ട് നിനക്ക് ബസ്സിൽ, കുറച്ച് റെസ്റ്റ് എടുത്തോട്ടോ. അപ്പൊ നമ്മള് ഇതിന് പറയാ ടേക്ക് സം റെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്യാച്ചപ്പ് ഓൺ സം റെസ്റ്റ്. ഇപ്പൊ ക്യാച്ചപ്പ് ഓൺ സംതിങ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മള് ക്യാച്ചപ്പ് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ നമ്മള് സ്കൂളിൽ 2 ദിവസം അവധിയായിരുന്നു, അപ്പൊ ക്യാച്ചപ്പ് ഓൺ ദ സ്കൂൾ വർക്ക്.
അല്ലെങ്കിൽ ക്ലാസ് വർക്ക്, ക്ലാസ്സിൽ എന്ത് നടന്നത് കാച്ചപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ എത്രത്തോളം തീർക്കാനുണ്ട് അത്രയും തീർക്കുക. അപ്പൊ റെസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറവാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, കാച്ചപ്പ് ഓൺ സം റെസ്റ്റ്. പിന്നെ ആൾക്കാർ തമ്മിൽ പറയും ലെറ്റ്സ് കാച്ചപ്പ് ഓൺ സൺഡേ എന്നൊക്കെ പറയും. അപ്പൊ പഴയ വല്ല കാര്യങ്ങളൊക്കെ എന്താ പറയാ, അവളുടെ കല്യാണത്തിൽ അവൾ ഇത്ര മാല ഇട്ടു എന്നാ പറഞ്ഞാൽ അതിൽ ഇത്ര എണ്ണം മുക്കുമണ്ണായിരുന്നു, അതുകൊണ്ട് നമുക്ക് ബാക്കി സംസാരം കാച്ചപ്പ് ചെയ്യണ്ടേ. അപ്പൊ ബാക്കി കാച്ചപ്പ് ചെയ്യാം, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരെ എത്തിക്കുക, അതിനും കാച്ചപ്പ് എന്ന് പറയും. ഇതൊക്കെ കോമഡി ആയിട്ട് പറയാം കേട്ടോ. ഈ എന്താ പറയാ, പണ്ടത്തെ ആൾക്കാരൊക്കെയാണ് ഈ മാലകളുടെ എണ്ണവും സ്വർണം മുക്ക് എന്നൊക്കെ പറഞ്ഞത്. ഇന്നത്തെ ആൾക്കാർ ഇപ്പൊ കാച്ചപ്പ് ചെയ്യാൻ എന്തായിരുന്നു എനിക്ക് അറിയില്ല, എന്താ കാച്ചപ്പ് ചെയ്യാൻ. ഇപ്പൊ എന്താ കാച്ചപ്പ് ചെയ്യാം? ചാറ്റ് GPT വന്നപ്പോ ജോലി പോയ കാര്യങ്ങൾ കാച്ചപ്പ് ചെയ്യാം. അയ്യോ, അത് കാച്ചപ്പ് ചെയ്യണ്ടല്ലേ. അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ അതൊക്കെ കാച്ചപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കാച്ചപ്പ് എന്നുള്ള അങ്ങനെ അർത്ഥമുണ്ട്. പക്ഷെ അത് മാത്രമല്ല കാച്ചപ്പ് എന്നാണ് ഞാൻ പറയണേ, കാച്ചപ്പ് ഓൺ സം റെസ്റ്റ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോവുക ഓണാ, കാച്ചപ്പ് സം റെസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ആ ഫ്രേസ് പറയാതിരിക്കായിരിക്കും നല്ലത്. ഓൺ അവിടെ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നമ്മുടെ സകലമാനം പരിപാടിയും താറുമാറാവും. ഓക്കെ, സോ യു ഹവ് ഗോട്ട് 10 hours ഓൺ ദ ബസ്, കാച്ചപ്പ് ഓൺ സം റെസ്റ്റ്. അപ്പൊ അതാണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസസ് ഉപയോഗിക്കുന്ന കുറെ മസ്റ്റ് ഹാവ്, ഷുഡ് ഹാവ് എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഓരോരോ സന്ദർഭങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യുമ്പം നമുക്ക് നന്നായിട്ടത് വായിൽ വരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കോൺവെർസേഷൻസ് ഒക്കെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റുഡൻസ് വളരെ ഹാപ്പിയായി അവർ ആ പരിപാടി കറക്റ്റായി ചെയ്യുമ്പം ആ മാജിക്കൽ ഡിഫറൻസ് കാണിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മാജിക് നമ്മുടെ എഫേർട്ടാണ് കേട്ടോ. കറക്റ്റായ സിസ്റ്റമാറ്റിക് ആയ ആ സ്റ്റഡി പ്ലാനും നിങ്ങളുടെ എഫേർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരാൾ പോലും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാന്ന് പറയരുത്, ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും കേരളത്തിലെ. അപ്പൊ ബാക്കിയുള്ള സംസ്ഥാനത്തിലെ ആൾക്കാരൊക്കെ ചോദിക്കും, ഓ കേരളവാ, അല്ലെങ്കിൽ തമിഴന്മാരോ തെലുങ്കന്മാരോ കേരള, ഓ അന്ന് വിനി ഇംഗ്ലീഷ്, അതാണ് അവരങ്ങനെ നന്നായി ഇംഗ്ലീഷ് പറയുന്ന അവർ പറയും. അങ്ങനെ പറയിപ്പിക്കണം നമുക്ക്. അങ്ങനെ കേരളത്തിലെ ഓരോ പുൽക്കടിയും ഓരോ പൂവും പൂമ്പാറ്റയും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം. ഓക്കെ, അടിപൊളിയായി സംസാരിക്കണം, നല്ല ഫ്രേസസ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഫ്രേസസ് ഒക്കെ ഏതൊക്കെയാ പഠിച്ചതെന്നൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇതൊന്നും പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടില്ല കേട്ടോ. 1-2 തവണ നമ്മൾ ആരുടെങ്കിലും എടുത്ത് ഉപയോഗിക്കണം. ഗായ്സ് കട്ട് മീ സം സ്ലാക്ക്, ആരെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കണേ പറയാ, ഒന്ന് നിർത്തലേ ഗായ്സ് കട്ട് മീ സം സ്ലാക്ക്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇംഗ്ലീഷ് കോഴ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോഴ്സിന്റെ റിവ്യൂസ് ഒക്കെ മനോഹരമായ റിവ്യൂസ് കിട്ടുന്നുണ്ട്. ഞാൻ ഇന്നും ഹാപ്പിയാണ്. അടുത്ത ബാച്ച് സ്റ്റുഡൻസ് തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുക, അടിപൊളിയാക്കുക. അപ്പോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.